2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് നമ്മളുടെ രാജ്യം. 26-ാം തീയതി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് അവസാനിച്ചു കഴിഞ്ഞു. ഈ ഒരു സന്ദർഭത്തിലാണ് റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവർ രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുവാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ചർച്ചയിൽ നമ്മളോടൊപ്പമുള്ളത് ബഹുമാന്യനായ അഡ്വക്കേറ്റ് നജാദ് കൊടിയത്തൂർ, അതോടൊപ്പം തന്നെ സുഫിയാൻ അബ്ദുസത്താർ, അബ്ദുസമദ് CP. നമ്മൾ ആദ്യം കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇളക്കങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പരിശോധിക്കുന്നത്. സുഫിയാൻക്കാണ് അതിലേക്ക്. തിരുവനന്തപുരത്ത് നമുക്ക് അറിയാവുന്നതുപോലെ ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ട് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുവാൻ സാധിച്ചൊരു മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ അവിടെ ത്രികോണ മത്സരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് ലെവൽ അനുസരിച്ച് ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ UDFൻ്റെ ശശി തരൂർ കഴിഞ്ഞ 3 ടേമുകളിലായി പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അദ്ദേഹത്തിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ ഉള്ളൊരു സ്വീകാര്യത ആ മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായൊരു സ്വാധീനമുണ്ട്. അതേസമയം BJP അവിടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് BJP. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ അപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ സമുന്നതനായ നേതാവ് പന്ന്യൻ രവീന്ദ്രനുമുണ്ട്, ഇവിടുത്തെ ശശി തരൂരും. സ്വാഭാവികമായിട്ടും LDF UDF എന്ന ഒരു രൂപത്തിലേക്കായിരിക്കും മത്സരം അവിടെ പോവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ശശി തരൂരിന് ഒരു മുൻതൂക്കമുണ്ട്. അദ്ദേഹം ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും വർഷങ്ങളായി അതിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതും, പിന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചുള്ള ഒരു ആഗോള പൗരനെ സ്വീകരിക്കുക എന്നുള്ള ഒരു സ്വഭാവം തിരുവനന്തപുരത്തുണ്ട്. കാരണം ശശി തരൂരിൻ്റെ ആദ്യത്തെ വരവെന്ന് പറയുന്നത് മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു പെട്ടെന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരികയും സാധാരണ എല്ലാവരും രാജ്യസഭയിലേക്കോ മറ്റൊക്കെ മത്സരിച്ച് രാഷ്ട്രീയത്തിൽ പയറ്റിത്തിളങ്ങി അങ്ങനെ കഴിവ് തെളിയിക്കുന്നതിന് പകരം നേരിട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ലോകസഭ എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് തന്നെ വന്ന ഒരാളാണ് ശശി തരൂർ. അപ്പോൾ ആ നിലക്കുള്ളൊരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട്. അതേസമയം പന്ന്യൻ രവീന്ദ്രൻ വളരെ ജനകീയനായ കേരള രാഷ്ട്രീയത്തിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുമൊക്കെ ഏറെ കാലം അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും അതുപോലെ പ്രവർത്തന പാരമ്പര്യങ്ങൾ കൊണ്ടും തിളങ്ങി നിൽക്കുന്നൊരു വ്യക്തിത്വമാണ്. ആ നിലക്കുള്ള ഒരു ജനകീയതയും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അടുത്തൊരു കടുത്ത മത്സരം തന്നെയാണ് അവിടെ ഉള്ളത്. ഒരു മുൻതൂക്കം ശശി തരൂരിന് അഭിപ്രായ സർവേകളും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ BJP 2ാം സ്ഥാനത്ത് വന്ന ലോക്സഭാ മണ്ഡലമാണല്ലോ. അപ്പം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ചൂസ് ചെയ്തത് പോലും BJP കുറച്ച് ടാക്റ്റിക്സ് അവിടെ പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം കേരളത്തിൽ ഒരു മാധ്യമ സ്ഥാപനം ഓൺ ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു ബിസിനസ് മാനാണ്. അതേപോലെ തന്നെ ആ തരത്തിൽ ഒരു ശശി തരൂരിനെ പോലെയുള്ള ഒരാൾക്ക് എതിരെ കൊണ്ടുവന്ന് വെക്കാൻ ഒരു BJPക്ക് ഉള്ള കേരളത്തിലെ സ്വീകാര്യമായിട്ടുള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ ഒരു പറ്റുന്ന ഒരാളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം LDFൻ്റെ പന്ന്യൻ രവീന്ദ്രനാണെങ്കിൽ വേറൊരു തരത്തിൽ ഒരു ഗ്രൗണ്ട് വർക്ക് എന്നുള്ള അർത്ഥത്തിൽ ഈ സാധാരണക്കാർക്കിടയിൽ എന്നുള്ള അർത്ഥത്തിൽ കുറച്ചും കൂടെ സ്വീകാര്യനായിട്ടുള്ള ആളാണെന്നാണ്. ഇതിൽ ശശി തരൂരിൻ്റെ വിജയസാധ്യത നമ്മൾ കൽപ്പിക്കുമ്പോഴും കഴിഞ്ഞ തവണത്തെ റിസൾട്ടിൽ നിന്നൊരു മാറ്റം എന്ന അർത്ഥത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു കുറവൊക്കെ സാധ്യത ഉണ്ടോ? സ്വാഭാവികമായിട്ടും അതുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2019 ഇലക്ഷനിൽ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചൊരു ഭൂരിപക്ഷവും ഈ പ്രാവശ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം അത് ഒരു രാഹുൽ എഫക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത്ര ഒരു രാഹുൽ എഫക്റ്റ് ഇപ്പോൾ നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ വിജയസാധ്യത ഉള്ളപ്പോൾ തന്നെ ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ട്. എങ്കിലും മണ്ഡലങ്ങൾ പലതും നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത മണ്ഡലത്തിൽ പോകാം. ആലപ്പുഴ മണ്ഡലമാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ഏക മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. ഇപ്രാവശ്യം എന്തായിരിക്കും അതിലെ മാറ്റങ്ങൾ? ഈ ആലപ്പുഴ നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് ഒരു ട്രെൻഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ
കേരളത്തിലൊരു നേരത്തെ പറഞ്ഞ രാഹുൽ എഫക്റ്റ് ഉള്ളപ്പോഴും രാഹുൽ എഫക്റ്റ് വന്ന് വളരെയധികം പ്രതീക്ഷകൾ കൊടുക്കുന്ന പാലക്കാട് പോലെ ഒക്കെയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ LDFൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴും അവിടെ ഉറച്ചു നിന്നൊരു മണ്ഡലമാണ് ആലപ്പുഴ. അപ്പോൾ ആ തരത്തിലൊരു പാർട്ടിക്ക് CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് വലിയ കോൺഫിഡൻസ് ഉള്ളൊരു മണ്ഡലമാണ്. ആരിഫിൻ്റെ പ്രകടനമാണെങ്കിലും വിലയിരുത്തുമ്പോൾ ഒരുപാട് വിമർശനങ്ങളുണ്ടെങ്കിലും ഒരു ഭേദപ്പെട്ട പ്രകടനം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് എന്ന അർത്ഥത്തിൽ ഒരു കേരള സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം വിലയിരുത്തുന്ന ഒരു പ്രകടനമാണ് MP എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആ ഒരു തലത്തിൽ CPMന് ഒരിക്കലും സാധ്യത കുറച്ച് കാണാൻ കഴിയാത്ത മണ്ഡലം തന്നെയാണ് ആലപ്പുഴ എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം KC വേണുഗോപാലിനെ പോലെയുള്ളൊരു ആലപ്പുഴ അത്ര സ്വാധീനമുള്ള ഒരു കോൺഗ്രസ് സീനിയർ ലീഡർ, അതും ദേശീയ തലത്ത് തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ലീഡർ വന്ന് മത്സരിക്കുമ്പോൾ ഒരിക്കലും ഒരു ആരിഫിനൊരു ക്ലീൻ ചിറ്റ് അല്ലെങ്കിൽ വളരെ സുഖമായി ജയിക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്ന അർത്ഥത്തിലേക്ക് ആ മണ്ഡലം മാറ്റാൻ കഴിയില്ല. അതിൽ KC വേണുഗോപാൽ വന്നതിന് ശേഷം ആരിഫിനുള്ള സാധ്യത കുറഞ്ഞു എന്ന് മാത്രമല്ല, വളരെ ക്ലോസ് ഫൈറ്റിലേക്ക് ചില ആളുകൾ KC ജയിക്കുമെന്ന് പറയുന്നു, ചില ആളുകൾ ആരിഫ് ജയിക്കുമെന്ന് പറയുന്നു. ആ തരത്തിലൊരു BJP അവിടെ പിന്നെ രംഗത്തിലല്ല. പക്ഷേ ഈ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് വളരെ ക്ലോസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ചില ആളുകളൊക്കെ ഒരു വിലയിരുത്തൽ, സോഷ്യൽ മീഡിയ റീഡേഴ്സിൻ്റെ ഒക്കെ ഒരു വിലയിരുത്തൽ പലപ്പോഴും കാണാറുണ്ട്. KC വേണുഗോപാലിൻ്റെ ഒരു MP സ്ഥാനം അത് അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെന്തോ പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെയുള്ള തരത്തിൽ. പക്ഷെ അത്തരത്തിലൊരിക്കലും അതിനെ വായിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം KCയെ പോലെ ഒരു സീനിയർ ലീഡറേക്കാൾ കേരളത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് ദേശീയ തലത്തിലൊരു തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന വേറെ ലീഡേഴ്സൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ KC ഒരിക്കലും അവിടേക്ക് വന്നിട്ടുണ്ടാവുക ഒരിക്കലൊരു അബദ്ധത്തിലൊന്നും ആണെന്ന് കരുതാൻ വയ്യ. കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടാവണം. ഒപ്പം തന്നെ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ CPMഉം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണെന്നാണ് ടോട്ടലി ആലപ്പുഴയെ പറ്റി പറയാനുള്ളത്. അല്ല, ആലപ്പുഴയിൽ വേറെയും ഒരു ശ്രദ്ധിക്കേണ്ട സാധനം, രണ്ട് പാർട്ടികൾക്കും വളരെ ഗ്രൗണ്ട് ലെവലിൽ റൂട്ടുള്ള സ്ഥലമാണെന്നുള്ളതാണ്. അപ്പം ആലപ്പുഴ അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ തീർച്ചയായിട്ടും രണ്ട് പറഞ്ഞു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോസ് ഫൈറ്റിലേക്ക് ഇപ്പം KC വരുന്നു, അതുപോലെ തന്നെ ആരിഫിന് ഓൾറെഡി അവിടെ. അപ്പോൾ ഇത് ഈ രണ്ട് ലീഡേഴ്സ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് പാർട്ടി വളരെ ശക്തമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ക്ലോസ് ഫൈറ്റ് ശരിക്കും നമ്മൾ യൂണിവേഴ്സിറ്റി ഇലക്ഷനിൽ കാണുമ്പോൾ ബെഞ്ച് ടു ബെഞ്ച് എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പാർട്ടിയുടെയും ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറുന്ന രീതിയിലേക്ക് ആ ഇലക്ഷൻ പോകാനും കൂടി എല്ലായിടത്തും അതുണ്ട് ഒബ്വിയസ്ലി. പക്ഷേ അവിടെ കാരണം ഈ രണ്ട് പാർട്ടിയുടെയും ഒരു റൂട്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ, തെക്കൻ ഭാഗത്ത് എന്നുള്ള രീതിയിൽ കൂടി അവിടെ നമ്മൾ നോക്കി കാണണം എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ കനൽ ഒരു തരിമരുതി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റാണ് ആരിഫ്. കാരണം അത്രയധികം രാഹുൽ എഫക്റ്റ് ഉണ്ടായിട്ടും പിടിച്ചു നിന്ന കാൻഡിഡേറ്റാണ്. അതുകൊണ്ട് അത്രയധികം ഗ്രൗണ്ട് സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു കൃത്യമായ ഡിമാൻഡാണ് എല്ലാ സീനിയർ ലീഡേഴ്സും മത്സരിച്ചിരിക്കണമെന്ന്. അതിൽ AICCയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മാത്രമാണ് ഇളവ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളാൽ ചില ലീഡേഴ്സിന് മാത്രം. ബാക്കി എല്ലാ ലീഡേഴ്സും നിർബന്ധമായി മത്സരിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് KC അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോഴും AM ആരിഫിൻ്റെ ഒരു ജനകീയത അവിടെ മുൻതൂക്കം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അടുത്ത മണ്ഡലം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പത്തനംതിട്ട മണ്ഡലമാണ്. പത്തനംതിട്ട മണ്ഡലം ചർച്ച ചെയ്തിട്ടുള്ളത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. കാരണം അനിൽ ആൻ്റണി അവിടെ മത്സരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അനിൽ ആൻ്റണി ഒരു ട്രോൾ ഫാക്ടറാണ്. അതെ, പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട ഒരു ഘടകം കൂടിയാണ് അനിൽ ആൻ്റണി എന്നുള്ളത്. പിന്നെ അവിടെ ഒരു ഓളം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രതിനിധി എന്ന നിലയിലും പ്രത്യേകിച്ച് BJP ഇടക്കാലത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലേക്ക് ഒരുപാട് പാലം കെട്ടുവാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നിലക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ് അനിൽ ആൻ്റണി. അപ്പോൾ ആ നിലക്ക് പിന്നെ ചിലപ്പോൾ വോട്ടിംഗ് ശതമാനം കുറച്ച് വർദ്ധിപ്പിക്കാൻ സാധിച്ചേക്കാം എന്നേ ഉള്ളൂ. അത് അവിടെ വിജയസാധ്യത എന്ന് പറയുന്ന ഒരു ശതമാനം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. LDFൻ്റെയും UDFൻ്റെയും ഒക്കെ തന്നെ മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട. അത് തോമസ് ഐസക്കും ആൻ്റോ ആൻ്റണിയും നല്ല മികച്ച രണ്ട് സ്ഥാനാർത്ഥികൾ തന്നെയുണ്ട്. അത് ആ രണ്ടിലേതെങ്കിലും ഒന്നിലേക്ക് തന്നെയായിരിക്കും വോട്ടർമാരുടെ ശ്രദ്ധയുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ രണ്ട് കാൻഡിഡേറ്റ്സിനെയും പരിശോധിക്കുമ്പോൾ അതിൽ ആൻ്റോ ആൻ്റണി സിറ്റിംഗ് MP ആണ്. പിന്നെ ഒരുപാട് ആ തരത്തിലുള്ളൊരു ഗ്രൗണ്ട് ലെവൽ വർക്ക്
നടത്തിയത് കൊണ്ടോ അല്ലാത്തത് കൊണ്ടോ അവിടെ ഒരു വലിയ സപ്പോർട്ടുള്ളൊരു നേതാവാണ്. ഒപ്പം തന്നെ തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ കേരളം കണ്ട വളരെ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റേഴ്സിൽപ്പെട്ട ഒരാളാണ്. അത്തരത്തിൽ അദ്ദേഹത്തിനും വലിയ ജനപിന്തുണുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു ക്ലോസ് ഫൈറ്റ് അവിടെ പ്രതീക്ഷിക്കണോ, അതോ ഒരുപാട് മേഖലകളിൽ നിന്ന് കാണുന്ന അതുപോലെ തന്നെ അവസാന സർവേകളിലൊക്കെ കാണുന്നത് പോലെ ആൻ്റണിക്ക് കുറച്ചധികം ഒരു ചാൻസ്. അപ്പോൾ ഞാൻ ഇന്ന് കോഴിക്കോട് ബീച്ചിൽ വെച്ചൊരു പത്തനംതിട്ടക്കാരനെ കണ്ടു. അദ്ദേഹത്തോട് വളരെ സൗമ്യമായി രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ ചോദിച്ചത് പ്രകാരം അദ്ദേഹം വളരെ കോൺഫിഡൻ്റായി. നമുക്കിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയാണ് അത് കാണുന്നുള്ളൂ. പക്ഷെ ഒരു ഗ്രൗണ്ട് ലെവലിൽ ആ നാട്ടുകാർക്കാണല്ലോ അറിയാം. അപ്പോൾ അദ്ദേഹം ഒരു ആൻ്റണിക്കൊരു അധികം സാധ്യത പറഞ്ഞു. തോമസ് ഐസക്കിനെ പോലെ വലിയൊരു കേരളത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ഫിഗർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ആ ഒരു മണ്ഡലത്തിൽ അനിൽ ആൻ്റണിയെ തീരെ പരിഗണിക്കാതെ തന്നെ ഒരു ക്ലോസ് ഫൈറ്റിനുള്ള സാധ്യത ഉണ്ടോ? അതിൽ ശരിക്കും ഇപ്പം ആൻ്റണീൻ്റെ ജനകീയത ശരിയാണ്. കാരണം അത് ഇപ്പം ചില നേതാക്കൾ കേരളത്തിലെ ഒരു സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ, കേരളത്തിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഒരു മെജോറിറ്റി ആളുകൾ മിനിമം രീതിയിൽ സംഗതികൾ, രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികളെയും അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മനസ്സിലാക്കിയതിന ശേഷമുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിൻ്റെ ആ രീതിയിലുള്ളൊരു ജനമാണല്ലോ കേരളത്തിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പേഴ്സണൽ പെർസെപ്ഷനാണ്. നമ്മൾ ഈ അടുത്ത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അതിൽ നമുക്ക് മനസ്സിലാവുന്നൊരു സാധനം, തോമസ് ഐസക്കിനുള്ള ആ ഒരു നമ്മൾ പറയല്ലോ ഒരു വിശ്വാസ്യത, അത് പൊതുവെ എനിക്ക് അതിനിടയിൽ വന്ന ഒരുപാട് സംഗതികളിൽ അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളാവട്ടെ ഒരു ഇൻ്റലക്ച്വൽ എന്നുള്ള രീതിയിൽ അങ്ങനെ മേലെ നിൽക്കുന്നതും, ആൻ്റണി നേരെ മറിച്ച് കുറച്ചുകൂടി ജനകീയ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ. അപ്പം ഇതൊരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഇതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു MLA ഇലക്ഷൻ അല്ല, അല്ലെങ്കിൽ രാജ്യസഭ അല്ല, ഇത് ലോക്സഭയിലേക്കുള്ള ഒരു ഇലക്ഷൻ എന്നുള്ള നിലയിൽ ദേശീയ ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ആ ഇപ്പം ഇന്ത്യ എഫക്റ്റ് വരികയും അവിടെ കുറച്ചും കൂടി ഏബിളായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ ആൻ്റണി ഇടപെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് ആൻ്റണിക്ക് കുറച്ചും കൂടി ഒരു മുൻതൂക്കം ഉണ്ടാവും, രാഷ്ട്രീയപരം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി മുൻതൂക്കപരമായി ഉണ്ടെന്ന് എനിക്ക് തോന്നും. കാരണം തോമസ് ഐസക്കിൻ്റെ ഈ ഒരു പെർസെപ്ഷൻ കുറച്ചും കൂടി ജനങ്ങളിലുണ്ട് എന്ന് തോന്നുന്നു. ഇൻ്റലക്ച്വൽ മാത്രമായിട്ട് നിൽക്കുക, ആ രീതിയിലുള്ള കമൻറ്റുകളിൽ മാത്രം ഒഴുകുക, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ആൻ്റണി മുൻപിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു സംഗതി എനിക്ക് ചിലപ്പോൾ എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത മണ്ഡലം തൃശ്ശൂരാണ്. കേരളത്തിൽ ഏറ്റവും ആദ്യം ഒരു വേള പ്രചാരണം തുടങ്ങിയിട്ടുള്ള ഒരു മണ്ഡലമായിരിക്കും തൃശ്ശൂർ എന്ന് പറയുന്നത്. 3 കാൻഡിഡേറ്റും വളരെ ശക്തരായ കാൻഡിഡേറ്റ്സാണ് തൃശ്ശൂർ വരുന്നത്. സുരേഷ് ഗോപി ആദ്യമേ തുടങ്ങുന്നു, പിന്നീട് VS സുനിൽകുമാർ വരുന്നു, അതിനുശേഷം പിന്നെ വടകരയിൽ നിന്ന് കെ മുരളീധരൻ അങ്ങോട്ടെത്തുന്നു. അതിശക്തമായ മത്സരം നടക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്നുള്ളത്. എന്താണ് അവിടുത്തെ ചലനങ്ങൾ? തൃശ്ശൂരിലെ സംഗതി ഇവിടെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ആ രീതിയിൽ. അതായത് ഒന്നാമത് സുരേഷ് ഗോപി ആദ്യമേ അവിടെ വന്നിട്ട് കുറേ ലൈറ്റ് ഉണ്ടാക്കുകയും ഇറങ്ങി നടക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വളരെ പവർഫുൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന സുനിൽകുമാർ, തഴക്കവും വഴക്കവും എല്ലാം ഉള്ള സുനിൽകുമാർ ഒരു വശത്ത് സീറ്റ് ഉറപ്പിക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഇപ്പുറത്തുനിന്ന് കൊട്ടി ആഘോഷിക്കപ്പെടുന്ന ഒരാൾ ഒരു ഫൈറ്റിന് വേണ്ടി എന്നുള്ള രീതിയിൽ മുരളീധരൻ വരുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ ലൈം ലൈറ്റിലുള്ള ഒരു മണ്ഡലമാണ്. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഞാനതിൻ്റെ വിൻ ഓർ ലൂസ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക്, വിൻ ഓർ ലൂസ് ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നത് നമ്മൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ സുനിൽകുമാർ വേഴ്സസ് മുരളീധരൻ തന്നെയാണ് അവിടുത്തെ ഒരു സംഗതി. പക്ഷേ BJPക്കുള്ള, അതായത് സുരേഷ് ഗോപിക്കുള്ളതല്ല, BJPക്കുള്ളൊരു റൂട്ടിനെ കുറിച്ച് നമുക്ക് ഒരു പക്ഷേ നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത്, നമ്മൾ മറ്റ് ജില്ലകളിൽ നിന്നോ അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളൊരു മണ്ഡലം കൂടിയാണ്. കാരണം LDFന് കൃത്യമായിട്ടുള്ള ഒരു റൂട്ടുണ്ട്, UDFനും ഉണ്ട്. പക്ഷേ BJPക്ക് ഉണ്ടോ ഇല്ലയെന്ന് നമുക്കൊരു സംശയം തോന്നിപ്പോകാവുന്ന രീതിയിലാണ് നിഗൂഢമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം അത് നമ്മൾ പക്ഷേ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഒബ്വിയസ്ലി അതും നമ്മൾ നോക്കേണ്ടതാണ്. കാരണം തൃശ്ശൂരിലെ ഒരു വോട്ടേഴ്സ് എത്രത്തോളം BJPക്ക് കൂടുന്നു എന്നത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കാരണം ആ മണ്ഡലത്തിന് കാരണം ആ ഒരു കോൺഫിഡൻസ് ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ BJPയുടെ പ്രവർത്തനങ്ങളിലൊക്കെ അവരുടെ ക്യാമ്പയിനുകളിലൊക്കെ അത് കാണുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ സുരേഷ് ഗോപിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു എന്താ പറയുക
പ്രകടനമൊക്കെ നെഗറ്റീവായിട്ട് തന്നെയാണ് ക്യാമ്പയിനിൽ വരുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ പെർസെപ്ഷൻ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാലും വോട്ടേഴ്സ് ഒരു പക്ഷേ എന്ത് ചെയ്യുന്നു എന്നുള്ള BJP ഒരു ഫോക്കസ് അവിടെ ഉള്ളതുപോലെ ഒരു പെർസെപ്ഷൻ ഉണ്ട്. പക്ഷേ ഒബ്വിയസ്ലി LDF വേഴ്സസ് UDF തന്നെയാണ് അവിടെ ഒരു മത്സരം. പിന്നെ മുരളീധരൻ്റെ വിന്ന് വരിക എന്നുള്ളത് അവിടെ അത് വളരെ വലിയൊരു ടേക്കാണ് ശരിക്കും UDF എടുത്തിട്ടുള്ളത്, UDFും മുരളീധരനും എടുത്തിട്ടുള്ളത്, അവിടേക്ക് വന്ന് മത്സരിക്കുക എന്നുള്ളത്. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലക്കും UDFൻ്റെ ഒരു ഫോക്കസ് ആ മണ്ഡലത്തിലുണ്ട്. ആ നിലക്കും അതിനെ നേരത്തെ പറഞ്ഞ ആ ഒരു BJPക്ക് വോട്ട് കൂടുന്നു എന്നുള്ളത്, അത് BJPക്ക് വോട്ട് കൂടുന്നതാണോ അതല്ല സുരേഷ് ഗോപിക്ക് വോട്ട് കൂടുന്നതാണോ, എങ്ങനെയാണ് അതിനെ കാണാൻ? അതെനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിക്കുള്ളൊരു വോട്ട് വരാൻ ചാൻസ് കുറവാണ്. കാരണം കേരളത്തിൽ ഇപ്പം ഞാൻ അങ്ങനെ പറയാല്ല, സുരേഷ് ഗോപി ഒബ്വിയസ്ലി ആളുകളുമായി ഇടപെടുന്നതിലും ഇതിലൊക്കെ നല്ല ഒരു ഇതുള്ള ആളാണ്. പക്ഷേ ഞാൻ പറയാൻ കാരണം BJPക്ക് പലപ്പോഴായിട്ട് ചില മണ്ഡലങ്ങളിലൊക്കെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ട് ഉണ്ടാവുകയും അവിടെ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെ പോലത്തെ ഒരാൾ വരുന്നു, അതായത് ഒരു പ്യുവർലി പൊളിറ്റിക്കൽ, അതായത് RSSകാരനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മുഖം മാത്രമുള്ള ആളല്ലാതെ കുറച്ചുകൂടി പരിചയമുള്ള ഒരാൾ കൂടി വരുന്ന സമയത്ത് ഒരു BJP ന്യൂട്രലായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചായ്വുള്ള ഒരാൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ വർദ്ധിക്കാനുള്ള ചാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതാണ് ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്, അതായത് ഏതൊക്കെയാണ് ട്രൂ സാഫ്രൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ്. അപ്പോൾ അവിടുത്തെ കൗണ്ടിങ് BJPക്ക് എത്ര വോട്ട് കിട്ടുന്നു എന്നത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ പറഞ്ഞതുപോലെ ഈ 3 പേരും ശക്തരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. അത്യാവശ്യം കുറവില്ലാത്തൊരു വോട്ട് ഷെയർ 3 പേർക്കും അവിടെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഒന്നിലധികം ഫാക്ടേഴ്സ് ഈ 3 പേരെന്നുള്ളതിനപ്പുറം അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സുനിൽകുമാറാണ് താരതമ്യേനെ ആ ഒരു മണ്ഡലത്തിൽ കൂടെ എടുക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ മുകളിൽ കയറി നിൽക്കുന്നത്. മുരളീധരൻ ഒട്ടും വീക്കല്ല, സുരേഷ് ഗോപിയും പോപ്പുലറാണ്. പക്ഷെ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തെ വരൂ എന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നത്. സർവേകൾ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയാനാണ് സാധ്യത. പക്ഷേ ഈ മുരളീധരൻ സുനിൽകുമാർ ഫൈറ്റിൽ അല്ലെങ്കിൽ ഇനി 3 പേരെ എടുത്താൽ ചില എക്സ്ട്രാ എലമെൻറ്റ്സ് നമുക്ക് വരുന്ന കാണാൻ കഴിയും. അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഉദാഹരണത്തിന് സുനിൽകുമാറിൻ്റെ ഒരു ഡൊമിനേഷനിൽ ഈ കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം നന്നായിട്ട് ഇവർ 2 പേർ ഉപയോഗിക്കുന്നുണ്ട്. മുരളീധരൻ ഉപയോഗിക്കുന്നുണ്ട്, സുരേഷ് ഗോപി കുറച്ച് അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് സുനിൽകുമാറിൻ്റെ ചില വിഷയങ്ങൾ, ചില ഏരിയകളിൽ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ CPMൻ്റെ അനുഭാവികളെ സംബന്ധിച്ച് കുറച്ച് ഇമോഷണൽ കൂടിയാണ്, അവർക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അത് സുനിൽകുമാറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യാം. ഒപ്പം തന്നെ CPMന് വരുന്ന വേറൊരു പ്രയാസം ഈ ഇപ്പോൾ അടുത്തുണ്ടായ തൃശ്ശൂർ പൂരത്തിലെ വെടിക്കെട്ട് വൈകി രാവിലെ ആയൊരു വിഷയം പോലീസിലേക്കാണ് അൾട്ടിമേറ്റ്ലി ആളുകൾ ആ കാരണത്തെ കാണിക്കുക. പോലീസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണെങ്കിൽ പോലും പോലീസിലേക്ക് ആളുകൾ മനസ്സിലാക്കുന്നത് സർക്കാർ എന്ന അർത്ഥത്തിലായിരിക്കും. അപ്പോൾ സുനിൽകുമാറിന് സംബന്ധിച്ചിപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലത്തെ ആളുകൾ ഞങ്ങളെ പൂരം ചില ഒരു എലമെൻറ്റ്സിൽ ഒരു ഏരിയയിൽ ഞങ്ങളെ പൂരം കൊളാക്കാൻ, അതിനെ പ്രശ്നത്തിലാക്കാൻ കമ്മി ഒരു ജിഹാദി ഒരു സഖ്യം വരുന്നു എന്നൊരു ഫാക്ടർ. അതേപോലെ മറ്റൊരു കാര്യം മുരളീധരനെ സംബന്ധിച്ചാണെങ്കിൽ പത്മജ എലമെൻറ്റ് നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്നു, ട്രോൾ ആക്കി മാറ്റുന്നെങ്കിലും ഒരു പത്മജ എലമെൻറ്റ് അവിടെ BJP ക്ലെയിം ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കപ്പുറം ഈ എക്സ്ട്രാ എലമെൻറ്റ്സ് എങ്ങനെയാണ് തൃശ്ശൂരിൽ വർക്ക് ചെയ്യുക? തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ മണ്ഡലമാണത്. പിന്നെ പത്മജ ഇലക്ഷന് തൊട്ട് മുമ്പാണ്, പ്രഖ്യാപനം തൊട്ട് മുമ്പാണ് BJPയിലേക്ക് നാടകീയമായി എത്തുന്നത്. അങ്ങനെ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുരളി ഒന്ന് പതറി നിൽക്കുന്ന സന്ദർഭത്തിൽ വടകരയിൽ നിന്ന് പിൻവലിക്കുകയും നേരെ തൃശ്ശൂരിലേക്ക് വരികയും ചെയ്തിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് കോൺഗ്രസിൻ്റെ. അതെ, അവിടെ മുരളിൻ്റെ ഒരു പ്രയാസമായിട്ട് നേരത്തെ പറഞ്ഞത് കൂടാതെ ആദ്യം പ്രതാപനാണ് അവിടെ വർക്ക് തുടങ്ങിയത്. അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് പ്രകാരം സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കുന്നൊരു ഇതുണ്ടായതുകൊണ്ട് പ്രതാപം വർക്ക് തുടങ്ങി. സുനിൽകുമാറും സുരേഷ് ഗോപിയും വർക്ക് തുടങ്ങിയതിന് ശേഷമാണ് പ്രതാപൻ്റെ വർക്ക് നിർത്തി മുരളി വർക്ക് തുടങ്ങിയത്. അതും കൂടെ മുരളിയെ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് അവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം BJP അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം
യഥാർത്ഥത്തിലൊരു പ്രചരണമായിരുന്നു. കാരണം ഒരു പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള മകളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു നീക്കം തന്നെയായിരുന്നു അത്. അവിടെ ഗുരുവായൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് പിന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി എത്തുന്നു എന്ന് പറയുമ്പോൾ അത്രയും ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുവാനും ഇത് ഒരു വലിയ കാൻഡിഡേറ്റ് ആണ്, ഞങ്ങൾ തൃശ്ശൂർ അങ്ങ് എടുക്കാൻ പോകാനാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷമായിരുന്നാലും UDF ആയിരുന്നാലും വളരെ കൃത്യമായി ഗൗരവത്തിൽ തൃശ്ശൂർ മണ്ഡലത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ശക്തരായ 2 സ്ഥാനാർത്ഥികളെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് പൂരം എന്ന് പറയുന്നതൊക്കെ വലിയ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായൊരു വിഷയമാണ്. അതൊക്കെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ മുരളീധരൻ അവിടെ ജയിക്കണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചാൽ മുരളീധരൻ അവിടെ ജയിക്കും. മുരളീനെ കേരളത്തിൽ നിർത്തണോ കേന്ദ്രത്തിലേക്ക് അയക്കണോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ്. പാർട്ടിക്ക് ശക്തമായി വേരുകളുള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ, എറണാകുളം എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ പാർട്ടി തലത്തിൽ, ബൂത്ത് തലത്തിൽ കോൺഗ്രസിൻ്റെ തീരുമാനം അനുസരിച്ചിരിക്കും മുരളീധരൻ അവിടേക്ക് കേന്ദ്രത്തിലേക്ക് പോകണോ അതല്ല കേരളത്തിൽ തന്നെ നിൽക്കണോ എന്നുള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. സുനിൽകുമാറിന് അവിടെ ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ച ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോയിട്ട് NDA സഖ്യത്തോട് കൂടിയിട്ട് പാർട്ടികൾ രൂപീകരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തെക്കൻ കേരളത്തിൽ എത്രത്തോളം BJPക്ക് ഇത് ഗുണകരമാകുന്നുണ്ട്? സഭകളുടെ ഒരു വോട്ട് എന്ന് പറയുന്നത് പിന്നെ ലോക്സഭാ ഇലക്ഷനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ BJPക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എപ്പോഴും പവറിന് അനുകൂലമായുള്ളൊരു വോട്ടിംഗ് പാറ്റേണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അത് പൊതുവേ UDFന് ഗുണകരമായിട്ടാണ് കിട്ടാറുള്ളത്. അതിനപ്പുറം ഒരു ധ്രുവീകരണം നടത്താൻ BJP ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത മണ്ഡലം പൊന്നാനി മണ്ഡലമാണ്. പൊന്നാനി മണ്ഡലം വളരെയധികം ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളൊരു മണ്ഡലമാണ്. ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സമദാനി അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. അപ്പുറത്ത് മുമ്പ് ലീഗിലുണ്ടായിരുന്ന ഹംസ സാഹിബ് അങ്ങോട്ട് എത്തുന്നു. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര വലിയൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുന്നികൾക്കിടയിലുണ്ടായിരുന്ന വലിയൊരു വോട്ടാണ് അത്. മിക്കവാറും മുസ്ലിം ലീഗിനുള്ളൊരു വോട്ടായിരുന്നു സമസ്തയുടെ ഒരു വോട്ട് എന്ന് പറയുന്നത്. പക്ഷേ സമീപ കാലഘട്ടങ്ങളിൽ വരുന്ന ചില സംസാരങ്ങളിലും പ്രതികരണങ്ങളിലുമൊക്കെ ഒരു വേള ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ മുമ്പില്ലാത്ത വിധം ഇപ്പോൾ സമസ്തയിൽ നിന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയൊരു ഫാക്ടറായിട്ട് പൊന്നാനിയിൽ വരാൻ സാധ്യതയുണ്ടല്ലോ. ലീഗിന് ഒരിക്കൽ പോലും നഷ്ടപ്പെടാത്തൊരു മണ്ഡലമാണ് പൊന്നാനി. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 2009 E.T. മുഹമ്മദ് ബഷീർ ലോക്സഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നത് 2009 അന്ന് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ഹുസൈൻ അണ്ടത്താണിയാണ്. ഹുസൈൻ അണ്ടത്താണി കൃത്യമായി തന്നെ സമസ്തയിലെ കാന്തപ്പന വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയായിക്കൊണ്ട് ആണ് എന്ന് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. വരികയും PDPയുടെ അടക്ക പിന്തുണ, മൈദിനിയുമായി പിണറായി വേദി പങ്കിട്ടുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം, അങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ കൊണ്ട് ഒരു തരംഗം സൃഷ്ടിച്ച ഇലക്ഷനായിരുന്നു 2009 അന്ന് ഏകദേശം 80,000-ലധികം ഭൂരിപക്ഷത്തിലാണ് E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ജയിച്ചത്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊന്നാനിയുടെ പിന്നെ ഒരു മുസ്ലിം പ്രത്യേകിച്ച് സമസ്ത പോലെ അല്ലെങ്കിൽ സുന്നികൾക്കിടയിൽ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടായാൽ ഏത് രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഗുണം കൊണ്ടുപോകും, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും അതിൽ വിജയിക്കുക എന്നതിനെ നോക്കുമ്പോൾ ലീഗിന് അവിടെ കിട്ടിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ അതിന് തൊട്ടടുത്തുള്ള 2014 ഇലക്ഷൻ വരുമ്പോൾ E.T.യുടെ ഭൂരിപക്ഷം 25,000-ലേക്ക് പോകുന്നു. പിന്നീട് സ്വാഭാവികമായിട്ട് 2019 രാഹുൽ എഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അത് കാരണം 1.5-2 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം E.T.ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ സമദാനിക്ക് സംബന്ധിച്ചിടത്തോളം സമദാനി KS ഹംസ. അപ്പോൾ അതിൽ KS ഹംസയുടെ ഒരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് സമസ്തക്കുള്ളിലെ EK വിഭാഗം സമസ്തക്കുള്ളിലെ പ്രശ്നങ്ങൾ, വഫിയ പ്രശ്നങ്ങൾ, അതേപോലെ അതിലെ ഷജറ എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചുള്ള അതുപോലെ ലീഗ് വിരുദ്ധരുടെ ഒരു കൈകളിലാണ് സമസ്തയിലെ നേതൃത്വമുള്ളത് എന്നുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പിന്നെ KS ഹംസ സ്ഥാനാർത്ഥിയായി വരുന്നത്. കൃത്യമായും മുസ്ലിം വിഭാഗത്തിനുള്ളിലുള്ള വിഭാഗീയതിൻ്റെ ഒരു മുതലെടുപ്പ് എത്രത്തോളം നടത്താൻ കഴിയും എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വം. അപ്പോൾ ലേറ്റസ്റ്റ് നമുക്കറിയാം, ഒരു മുസ്ലിം പത്രത്തിൽ പേര് പറയുകയാണെങ്കിൽ സുപ്രഭാതത്തിൽ തന്നെ കൃത്യമായി പാർട്ടി പരസ്യം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള പിന്നെ
ഒരു എലക്ഷൻ അങ്ങനെ ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇ കെ വിഭാഗം സമസ്തയിലെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ മെമ്പർഷിപ്പ് ഡാറ്റ ഇതിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നുള്ള തർക്കം അപ്പുറത്ത് സംഘടനക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു അഭിമാനം പോരാട്ടം എന്ന രൂപത്തിൽ ഒരു പക്ഷേ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് പിന്നെ അപ്പോൾ നമ്മൾ ചില മാധ്യമപ്രവർത്തകരൊക്കെ നിരീക്ഷിച്ച പോലെ നമ്മൾ സമസ്തക്കുള്ളിലെ വാഫി വഫിയ പ്രശ്നങ്ങൾ, അതേപോലെ ഈ ലീഗ് വിരുദ്ധരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളതൊക്കെ എത്രത്തോളം ഗ്രൗണ്ടിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാനുള്ളൊരു ടെസ്റ്റ് ആയിട്ട് പൊന്നാനിയെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ പിന്നെ അത് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം വിഭാഗത്തിൽ സമസ്തക്കുള്ളിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടായിരിക്കെ അവരുടെ താല്പര്യത്തിൽ വന്നൊരു കാൻഡിഡേറ്റ് ഇലക്ഷനിൽ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ 2009 സുന്നികളിലെ കാന്തപുരം വിഭാഗം നിർത്തിയ ഒരു കാൻഡിഡേറ്റ് പരാജയപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആരാണ് വലുത് എന്നുള്ള മൂപ്പിളമ തർക്കം കൂടി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരേ സമയം സമസ്തക്കുള്ളിൽ ഇ കെ വിഭാഗത്തിനുള്ളിലും അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിനുള്ളിലും തന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പോരാട്ടമാണ് അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഒരു 50,000-ലധികം അല്ലെങ്കിൽ 2009 ഭൂരിപക്ഷം എന്ന് പറയുന്നത് 80,000 80,000 അപ്പോൾ ആ ഒരു വോട്ടിംഗ് ഭൂരിപക്ഷമൊക്കെ നിലനിർത്തുവാൻ സമാധാനിക്ക് കഴിയുകയാണെങ്കിൽ ഈ പിന്നെ സമസ്തക്കുള്ളിലെ പ്രശ്നങ്ങൾ ഗ്രൗണ്ട് തലത്തിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു നിരീക്ഷണത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെ ഭൂരിപക്ഷം എത്രത്തോളം കുറയുന്നു അത് അത്രത്തോളം സമസ്തക്കുള്ളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. അതിൽ ഒരു 2 എലമെൻറ്റ്സ് പ്രധാനമായിട്ടും. ഒന്ന്, ഇപ്പോൾ ഈ സമസ്ത അതുപോലെ മുന്നേ പറഞ്ഞ തെക്കൻ കേരളത്തിലെ സഭകളുടെ ഒരു സാന്നിധ്യം, ഇത് രണ്ടും പലപ്പോഴും നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. പലപ്പോഴും സാധാരണക്കാർ ഇത്തരം വിഷയങ്ങളിലുള്ള വളരെ ഒരുപാട് പോപ്പുലറായ അഭിപ്രായങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ കാസൊക്കെ പോലെയുള്ള ചില ഏരിയകളിൽ മാത്രമാണ് ഈ തരത്തിലുള്ളൊരു എന്താ പറയുക ഹിന്ദുത്വ എലമെൻറ്റ് അല്ലെങ്കിൽ സംഘീയ എലമെൻറ്റ് ക്രൈസ്തവരിൽ കാണാൻ കഴിയുക. വളരെ സാധാരണക്കാരായ ക്രൈസ്തവർ പക്കാ സെക്യുലറാണ്. അതേപോലെ സമസ്തയുടെ വിഷയമാണെങ്കിലൊക്കെ ഒരു ലീഗ് സമസ്ത തർക്കം, ലീഗ് ഒരു വലിയ പരിപാടി വെക്കുന്നു, അതിന് സമസ്തയുടെ തർക്കം ഉണ്ടാകുമ്പോൾ തന്നെ 10,000 അല്ലെങ്കിൽ ലക്ഷം എന്ന് പറയാൻ പറ്റുന്ന അത്ര ആളുകൾ പങ്കെടുക്കുന്നു. ഒപ്പം സമസ്ത വേറെ പരിപാടിയൊക്കെ ആക്കുമ്പോൾ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ ലീഗിനൊരു അവിടെ ഒരു കുറവ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോഴാണ് അതെങ്ങനെ എഫക്റ്റ് ചെയ്തെന്ന് കാണാൻ കഴിയുക. ഇതിൽ ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സാധാരണക്കാർ വെറും വലിയ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡായ സിറ്റുവേഷനിൽ ഈ മതനേതൃത്വം പറയുന്ന കാര്യം ന്യായമുണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കാതെ അതുപോലെ വിഴുങ്ങുന്നൊരവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ്. ടി.കെ. ഹംസ മുന്നേ KP മജീദിനെ പരാജയപ്പെടുത്തി ഇതേ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയ ഒരു ചരിത്രമുണ്ടല്ലോ, ഇത് ആവർത്തിക്കുമോ എന്നുള്ളതും ഈ 2 കാര്യങ്ങൾ. അത് ടി.കെ. ഹംസയുടെ കാര്യം മഞ്ചേരി മണ്ഡലത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം അതിൻ്റെ സ്വഭാവം തന്നെ രണ്ടും മാറിയിട്ടുണ്ട്. മണ്ഡലങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആവർത്തനത്തിന് സാധ്യതയില്ല. പക്ഷേ അവിടെയും ടി.കെ. ഹംസ KP മജീദ് ഫാക്ടറിൽ സുന്നി മുജാഹിദ് പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു മുജാഹിദ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് KP മജീദിനെതിരെ പ്രചാരണം ഉണ്ടാവുകയും സുന്നികളുടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത പൊന്നാനിയിൽ ഇല്ല എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ പൊന്നാനിയിൽ നിന്ന് E.T. മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി ലീഗ് സ്ട്രാറ്റജി എടുക്കുന്നതും ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം അത്തരത്തിലൊരു ആരോപിക്കപ്പെടാൻ സാധ്യത വരാവുന്ന ഒന്നാണ് E.T. മുഹമ്മദ് ബഷീർ. പക്ഷേ E.T. ഒരുപാട് സുന്നി സ്ഥാപനങ്ങളുടെ തന്നെയും സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആയി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും പിന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശകലങ്ങളൊക്കെ എടുത്തിട്ട് മുജാഹിദായിരിക്കുന്നു, സലഫിയായിരിക്കുന്നു എന്നൊക്കെ ആരോപിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരു ആരോപണം പോലും സമദാനിയുടെ കാര്യത്തിൽ പ്രസക്തമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ, മാത്രമല്ല സമസ്തയുമായും സമസ്ത നേതൃത്വവുമായും അണികളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ആ നിലക്ക് അവിടെ പിന്നെ ലീഗിന് ക്ഷീണമൊന്നുമില്ല. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് തന്നെയായിരിക്കും സമദാനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ലീഗ് സമസ്ത പ്രശ്നം എത്രത്തോളം താഴെത്തട്ടിലുണ്ട് എന്നതിന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. പിന്നെ നേരത്തെ സമദ് പറഞ്ഞ പോലെ ഇങ്ങനെ നേതാക്കന്മാർ പറയുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന അണികളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കുഞ്ഞാടുകളല്ല മുസ്ലിം സമുദായം എന്നുള്ളത് കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾക്കും ആ ധാരണയുണ്ട്.
അങ്ങനെ നേതാക്കന്മാരെ കയ്യിലെടുത്തതുകൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ എന്നാലും സ്വാഭാവികമായിട്ടും ഇതിനുള്ളൊരു പ്രായോഗിക വഴി എന്ന് പറയുന്ന നേതാക്കന്മാരെ കൊണ്ട് പ്രസ്താവന ഏർപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. ആ നിലക്ക് തന്നെയാണ് നമ്മൾ പിന്നെ മുക്കം ഉമർ ഫൈസിയുടെ പ്രസ്താവനയും കാണേണ്ടത്. അദ്ദേഹം പിന്നെ സമസ്തക്കുള്ളിലൊരു പ്രഖ്യാപിത ഇടതുപക്ഷക്കാരനായി നിലനിൽക്കുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ സമസ്തയിലുള്ള ആളുകൾ പോലും ആ നിലക്ക് തന്നെ കാണുകയുള്ളൂ. കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രസ്താവന നൽകുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് കൊണ്ട് അത് കാര്യമായ എഫക്റ്റ് ഉണ്ടാക്കും എന്ന് തോന്നുന്നില്ല. എന്നാൽ വളരെ താഴെത്തട്ടിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ശക്തമായൊരു പ്രചരണമുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നമ്മൾ കേരളത്തിലെ ചർച്ചയിൽ അവസാനമായി എടുക്കുന്ന മണ്ഡലം വടകര മണ്ഡലമാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ വാർത്തയായി നിൽക്കുന്ന മണ്ഡലമാണ് വടകര മണ്ഡലം. മുരളീധരൻ ഒരു വേള മത്സരിക്കുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് പിന്നീട് തൃശ്ശൂരിലേക്ക് പോകുന്നതും കെ ശൈലജ ടീച്ചർ അവിടേക്ക് വരുന്നതും ഉണ്ടാകുന്നത്. പിന്നീട് പാലക്കാട് MLA ഷാഫി പറമ്പിൽ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. വളരെ ശക്തമായ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ ഒരു ചിന്ത പ്രകാരം കൂടുതലായും പ്രതിരോധത്തിലാകുന്നത് ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷമാണ്. പല വിഷയങ്ങളിലും പ്രതിരോധത്തിലാകുന്നത്. ബോംബ് പൊട്ടുന്നു, അതോടൊപ്പം തന്നെ ഈ വന്നിട്ടുള്ള ആരോപണങ്ങൾ കൃത്യമായി തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ആ ഒരു മണ്ഡലത്തിലെ ചലനങ്ങൾ എന്നുള്ളതാണ്. വടകരയുടെ കാര്യം വളരെ എന്താ പറയുക, പേഴ്സണലി വളരെ അതിൻ്റെ ഒരു പൾസ് പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ നമ്മളിപ്പോൾ ഒരു കേസിന് കൊയിലാണ്ടി കോടതി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പൾസ് കിട്ടും. അതായത് എപ്പോഴും ഷാഫി പറമ്പിലിൻ്റെ വരവ് വളരെ ആഘോഷത്തോടു കൂടിയാണ് എല്ലാവരും കണ്ടത്. എല്ലാവരും ഇൻ ദ സെൻസ് ആ മണ്ഡലത്തിലെ എല്ലാവരും, അതായത് LDFകാരടക്കം അതിനൊരു ആഘോഷമായിട്ടും അതൊരു വലിയ വരവായിട്ട് വരും. അത് വടകര ടൗണിൽ അത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും കൂടി പറയുകയും അപ്പോൾ പിന്നെ ശൈലജ ടീച്ചർ വീണ്ടും പ്രതിസന്ധിയിലാവുന്നു. അതിനേക്കാൾ വലിയൊരു ക്രൗഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ LDFലെ വനിതകൾ മൊത്തം അണിനിരക്കുന്നൊരു വലിയൊരു ക്രൗഡ് വടകര ടൗണിൽ ശൈലജ ടീച്ചർക്ക് വേണ്ടി ആ ഒരു ശക്തി കാണിക്കാൻ വേണ്ടി അണിനിരക്കുന്നത്. അങ്ങനെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ ഒരു സംഗതി തുടക്കം അങ്ങനെയായിരുന്നു. ഈ ക്യാമ്പയിൻ തുടങ്ങിയത് ഒരു ശക്തി പ്രകടനത്തിലൂടെ ആവുകയും പിന്നെയാണ് ഈ പറഞ്ഞ ക്ലിപ്പിൻ്റെ ഡിഫൻസിലേക്ക് പോകുന്നു, ആർഗ്യുമെൻറ്റുകൾ വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഷാഫി പറമ്പിലിന് ഒരു നല്ല റിസപ്ഷൻ ആ മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലൊരു വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം LDFൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഇപ്പം ഷാഫി പറമ്പിൽ വളരെ ഏബിളായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണെന്നുള്ള പൂർണ്ണ ബോധ്യം അവിടുത്തെ ഒരുവിധം വോട്ടേഴ്സിനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഇത് ആ രീതിയിൽ അത് വളരെ ഇപ്പോൾ അവിടുത്തെ വോട്ടേഴ്സിനെയാണ് പ്രതിസന്ധിയിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവിടുത്തെ ഒരു മെജോറിറ്റി വോട്ടേഴ്സ് അല്ലെങ്കിൽ LDFന് അത്രയും വേരോട്ടമുള്ള വളരെ നല്ല വേരോട്ടമുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ എങ്കിൽ കൂടി ഷാഫി പറമ്പിലിനെ നമുക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്തുകൂടാ എന്നൊരു ചോദ്യത്തിൽ നിന്ന് എന്തുകൊണ്ട് മറിച്ച് ചെയ്യണം എന്നതിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു പുഷ് ബാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും അവിടുത്തെ പാർട്ടിയുടെ, അതായത് CPMൻ്റെ ഒരു വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഷാഫി പറമ്പിൽ വളരെ ആക്റ്റീവ് എലഗൻ്റ് ആയിട്ടുള്ള ആ രീതിയിലൊരു എൻട്രി നടത്തുകയും വളരെ കൺവിൻസിങ് ആവുന്നു. അവിടെ ക്യാമ്പയിനിലൊക്കെ നമ്മൾ വളരെ ഒരു രാഹുൽ ഗാന്ധി സ്റ്റൈലിലുള്ളൊരു ക്യാമ്പയിനിങ് ഒക്കെ നടക്കുന്നു. അത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു സാധനം വരുന്ന സമയത്ത് ശൈലജ ടീച്ചർ ആ വോട്ടിനെ എങ്ങനെ ലിമിറ്റ് ചെയ്യാം, അങ്ങോട്ട് പോകുന്ന വോട്ടുകൾ എങ്ങനെ പുഷ് ബാക്ക് ചെയ്ത് നിർത്താമെന്ന്, അതാണ് നമ്മൾ ഈ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതിനൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ വോട്ടേഴ്സിനെ വളരെ വോട്ടായി മാറുക. അതെ അല്ല, വോട്ടേഴ്സ് എന്ത് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങോടുകൂടി കാത്തിരിക്കുന്നൊരു മണ്ഡലമാണ് ആ രീതിയിൽ അവിടെ. പക്ഷേ അതവിടെ പേഴ്സണലി ഷാഫി പറമ്പിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ആദ്യത്തെ മത്സരമാണ്, അതിൻ്റേതായ ഒരു സംഗതി കൂടിയുണ്ട്. അപ്പുറത്ത് വളരെ സീസൺഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, ഒരു കാൻഡിഡേറ്റാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ മുൻപത്തെ ഒരു ടേമിലൊക്കെ പ്രളയ സമയത്തും അങ്ങനത്തെ സംഗതികൾ സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്സഭയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റിയ ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഒരു ഗുഡ് ഇമേജ് ശൈലജ ടീച്ചർക്ക് തീർച്ചയായിട്ടും ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രതിസന്ധി. അവിടെ കാലങ്ങളായി ഇടതുപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് TP ഫാക്ടർ എന്നുള്ളത്. അത് തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു ഫാക്ടറായി തന്നെ നിലനിൽക്കില്ലോ അല്ലേ? അത് TP ഫാക്ടർ ഒരു ഘടകമായി നിലനിൽക്കും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം മുതൽ തന്നെ കൊലപാതക രാഷ്ട്രീയം എന്നുള്ളത് ഷാഫി ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട്. സമാധാന റാലി, അവിടെ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് സമാധാന റാലി നടത്തുന്നുണ്ട് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ. അതിലേക്കപ്പുറം നേരത്തെ സൂചിപ്പിച്ച പോലെ
ഇപ്പോൾ കേരളത്തിൽ 4-5 കൃത്യമായി എണ്ണം അറിയില്ല സിറ്റിംഗ് MLA മത്സരിക്കുന്നുണ്ട് പല മണ്ഡലങ്ങളിൽ. ഇപ്പോൾ മുകേഷ്, KK ശൈലജ, ഷാഫി പറമ്പിൽ അടക്കമുള്ള സിറ്റിംഗ് MLA പക്ഷേ അവരാരും ഉപയോഗിക്കാത്ത കൃത്യമായ ഒരു സ്ട്രാറ്റജി ഷാഫിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞതാണ്. കാരണം മണ്ഡലത്തിൽ നിന്ന് പോരുകയാണ്, ഞാൻ അവിടെ നിന്ന് യാത്ര പറയുകയാണ്, ഇനി ലോക്സഭയിലേക്കാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ട് കണ്ണീരോടെ ആ വോട്ടർമാർ യാത്ര അയക്കുന്നു എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു യാത്രയയപ്പും മണ്ഡലത്തിൽ അതിൻ്റേതായ ഒരു ഗംഭീരമായ സ്വീകരണം അത് കേരളത്തിൽ മുമ്പ് പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാണ്. അത് കൃത്യമായി വർക്കൗട്ട് ചെയ്യാൻ ഷാഫിക്ക് സാധിച്ചു. അത് പാലക്കാട്ട് നിന്ന് വന്ന് ഇവിടെ വടകര വന്ന് അത് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കൃത്യമായ പ്ലാനിങ് അതിൽ നടന്നിട്ടുണ്ട്. അതിൽ ഷാഫി വിജയിച്ചു. ആ വിജയം തന്നെയാണ് പിന്നെ അവിടെ CPM വലിയ പ്രതിരോധത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അടക്കമുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വീഡിയോ വിവാദങ്ങളെ സംബന്ധിച്ച് ഞാനൊരു റിപ്പോർട്ട് വായിച്ചത് അത് ആർക്ക് ഗുണകരമാകും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാഫി ചിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള അപമാനത്തിന് ആരാണ് മാപ്പ് പറയുക, ഞാനിങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചതിൽ ആരാണ് മാപ്പ് പറയുക എന്നുള്ളത്. അപ്പോൾ രണ്ടു പാർട്ടിയിലും അത് തങ്ങൾക്ക് ഗുണകരമാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് വ്യാജ പ്രചരണം CPM നടത്തിയതുകൊണ്ട് ജനങ്ങളെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് അത് വോട്ടായി മാറുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. നേരെ തിരിച്ച് ഒരു സ്ത്രീ കാൻഡിഡേറ്റിനെ അപമാനിക്കുവാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ബോധപൂർവമായ ശ്രമം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യുമെന്ന് CPM പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കൂട്ടരും ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ വിവാദം കൂടി വടകര മണ്ഡലത്തിലുണ്ട്. എന്നിരുന്നാലും അതിൽ ഷാഫി പറമ്പിൽ ഒരു പടി മുന്നിൽ തന്നെയാണ് ഈ പ്രചരണത്തിൻ്റെ കാര്യത്തിലും. പിന്നെ അവിടെ ഉള്ള ഒരു പ്രത്യേകത, കോൺഗ്രസ് പാർട്ടി തലത്തിൽ അത്ര ശക്തമല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് വടകര. കൃത്യമായി CPM വേരുകളുള്ള ഘടകമാണ്. പക്ഷേ അവിടെ കോൺഗ്രസിന് അനുകൂല ഘടകമായിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച TP വധവുമായി ബന്ധപ്പെട്ടുള്ള KK രമയുടെ RMPയുടെ ഒരു സപ്പോർട്ടുണ്ട്. അത് പിന്നെ അവിടെ നിയമസഭയിൽ KK രമ ജയിക്കുന്നു വടകര മണ്ഡലത്തിൽ നിന്ന്. അതിനപ്പുറം മറ്റു മണ്ഡലങ്ങളിലൊക്കെ കൃത്യമായി CPM പ്രവർത്തകരാണെങ്കിൽ പോലും ഈ കൊലപാതക രാഷ്ട്രീയത്തോടും വിയോജിപ്പുള്ളവരും TPയോട് സ്നേഹമുള്ളവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു പൾസ് മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും പേഴ്സണലി സംസാരിക്കുന്ന മണ്ഡലത്തിലെ പാർട്ടി അനുഭാവികളായിട്ടുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾ, അതായത് TP ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അത്തരത്തിൽ അതിനുശേഷം പാർട്ടിയിൽ നിന്ന് എന്താ പറയുക ന്യൂട്രൽ പാർട്ടി മെമ്പേഴ്സായിട്ട് മാറി നിൽക്കുന്ന ആളുകളൊക്കെ അവരൊക്കെ ആർക്ക് വോട്ട് ചെയ്യും എന്നത് വലിയൊരു കൺസേൺ. കാരണം അതൊരു ലാർജ് ചങ്ക് ഓഫ് വോട്ടേഴ്സാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം. അവിടെ KK രമയുടെ ഒരു എന്താ പറയുക ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് നമ്മൾ കാണുന്നത്. രമ വളരെ സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് നൽകുന്ന ഒരു മെസ്സേജ് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞതിൻ്റെ ഒരു സെൻറ്റിമെൻ്റൽ ആസ്പെക്റ്റ് എടുത്തു പോയി കഴിഞ്ഞാൽ ആ ഒരു ഊഷ്മളത ഒബ്വിയസ്ലി ഒരു വോട്ടിങ്ങിലേക്ക് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് അവിടെ വോട്ട് ഷെയറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഇലക്ട്രലി നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഷാഫിക്ക് വളരെയധികം ഗുണം ചെയ്യും എന്ന് നമ്മൾ കാണണം. ഈ വടകരയെ സ്പെഷ്യലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു കേരളത്തിൻ്റെ തനതായ ഒരു UDF LDF പോരാട്ടം, അതൊരു എല്ലാ ഫ്ലേവറുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പോരാട്ടം ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു എൻത്യൂസിയാസ്റ്റിക് ആണ്. നമ്മൾ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ വേറെ ഏത് സ്ഥലങ്ങളേക്കാൾ കൂടുതൽ നമ്മളിലേക്ക് വരുന്ന പോസ്റ്റുകൾ, ഇനിയിപ്പോൾ ഞാൻ പാലക്കാട്ടുകാരനാണ്, അതുകൊണ്ട് ഷാഫിൻ്റെ പോസ്റ്റുകൾ ഒരുപാട് വരികയാണെന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് സോഷ്യൽ മീഡിയ ലൈവായി നിൽക്കുന്നു, ആരോപണങ്ങൾ ഉണ്ടാവുന്നു, പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുന്നു, ആരോപണങ്ങളുടെ റിസൾട്ടുകൾ അപ്പോൾ തന്നെ സംഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വടകര സംതിങ് സ്പെഷ്യലാണ്. അത്തരത്തിലുള്ള എൻത്യൂസിയാസ്റ്റിക് മത്സരം ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷാഫിയെ പോലൊരു PR വർക്ക് അത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ലീഡർ അവിടെ വന്നതാണ്. ഷാഫിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാഫി ഭയങ്കര കമ്മ്യൂണിക്കേറ്ററാണ്. ഒരു വിഷയം വളരെ ക്ലാരിറ്റിയിൽ സംസാരിക്കാനും ആ സംസാരിക്കുന്നതിനെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിക്കാനും കഴിവുള്ളൊരു ലീഡറാണ്. ഇപ്പോൾ അങ്ങനത്തെ ഷാഫിൻ്റെ കയ്യിൽ കിട്ടിയൊരു ജെമ്മാണ് ആക്ച്വലി കണ്ണൂരുണ്ടായ സ്ഫോടനം. ഷാഫിക്ക് അതിലെ പ്രശ്നത്തെ, ഇപ്പോൾ TPയുടെ വധക്കേസിലുള്ള ഒരു അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഒരു കൊലപാതകത്തിൻ്റെ ആളുകൾ, രക്തക്കറയുള്ള ആളുകൾ എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു സ്ഫോടനം ഉണ്ടാവുകയാണ്. അപ്പോൾ ഷാഫിക്ക് അത് മനോഹരമായി ഉപയോഗിക്കാൻ പറ്റും ചെയ്തു. അങ്ങനെ കഴിയുന്ന ഒരാളാണ് ഷാഫി എന്നുള്ളതാണ്. അതേപോലെ ബേസിക്കലി
മണ്ഡലത്തെ മാത്രം പ്യുവറായിട്ട് എടുക്കുമ്പോൾ ഒരു ഇടതുപക്ഷ മണ്ഡലമാണെങ്കിൽ പോലും ഇവരിറക്കുന്ന കാര്യങ്ങളൊക്കെ പാളുന്നത് പോലെ CPM ഇറക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ഇറക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ശൈലജ ടീച്ചർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോ കേസ്, ആ വീഡിയോ കേസിലൊരു വിമൺ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സാണ് അവിടെ കൂടുതൽ സെല്ല് ചെയ്യാൻ ശ്രമിച്ചത്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ടീച്ചർ തോൽക്കുകയാണെങ്കിൽ അത് കേരളം തോൽക്കുകയാണ് എന്നൊക്കെയാണ് സാംസ്കാരിക നായകന്മാരുടെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. അത്ര ഒരു ഇമോഷൻ അവരതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിലവർ ഈവൻ അവർക്കത് പറയാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീയുടെ പ്രയാസത്തെ പറ്റി പറയുമ്പോൾ അവിടെ KK രാമൻ്റെ മുഖം തെളിഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു ലിമിറ്റിനപ്പുറം അത് പറയാൻ പറ്റുന്നില്ല. അത് ശരിയാണ്. ഈ വീഡിയോ ഉണ്ടായപ്പോൾ അതിന് ആരോപണമായി വന്നത് ഉമാ തോമസും KK രമയും അവർ രണ്ടുപേരും വന്നതോടുകൂടി സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി തന്നെ പൊളിഞ്ഞു പോകണം. കാരണം ഏറ്റവും കൂടുതൽ നേരിട്ട തീവ്രമായി മറ്റേ സൈബർ അക്രമം നേരിട്ട വേറൊരു സ്ത്രീ കേരളത്തിലില്ല എന്ന് പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഷാഫി പറമ്പിൽ എന്നുള്ള ആൾ പാലക്കാട് നിന്ന് വന്നൊരു MLA ആണ്, യൂത്താണ്, യങ്ങാണ്. കേരളത്തിലെ ഒരുപാട് കാലമായി പാരമ്പര്യമായി വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്ക് ഒരു പക്ഷേ ചിലർക്ക് സാമൂഹ്യ മാധ്യമങ്ങളില്ലാത്തവരുണ്ടാവാം. ഷാഫി അറിഞ്ഞോളണമെന്നില്ല. സാധാരണക്കാരായ ഗ്രാമപ്രദേശത്തിലെ ആളുകൾ അവരെ സംബന്ധിച്ച് അവരെ കോവിഡിൽ രക്ഷിച്ചു അല്ലെങ്കിൽ അവർക്ക് കോവിഡിൽ താങ്ങായി എന്ന് പറയുന്നൊരു ശൈലജ ടീച്ചർ എഫക്റ്റ് അവർക്കില്ലാന്നൊരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് അത് വലിയ രീതിയിൽ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ CPM ഓൾറെഡി വലിയ പവറുള്ള, എന്നാൽ അവരിറക്കുന്ന കാര്യങ്ങളൊക്കെ പാളുന്ന, പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഷാഫി അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു ഈക്വൽ ഫൈറ്റിലേക്ക് എത്തിയ ഒരു മണ്ഡലമായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇതിൽ മനസ്സിലാക്കിയ വേറൊരു കാര്യം, പേഴ്സണലി ഇവരെ വിലയിരുത്തുമ്പോൾ ശൈലജ ടീച്ചർ ഒരു പേഴ്സണലി ഭയങ്കരമായൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരിയായി അനുഭവപ്പെടും. കാരണം ഒരു മധ്യവയസ്സ് കഴിഞ്ഞൊരു ലീഡറാണ്. ഇപ്പോൾ നിലവിൽ വലിയ പോസ്റ്റുകളില്ല, ഭാവിയിൽ വരുമെന്നും വരാതിരിക്കുമെന്നും പറയുന്ന നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പാർട്ടിയുടെ ഒരു പ്രകൃതം വെച്ച്. എന്നാൽ ഷാഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. തോറ്റാലും ഇവർക്ക് പ്രശ്നമല്ല. കാരണം വന്ന് തോൽക്കുന്നത് ശൈലജ ടീച്ചറിനോട്. ഇപ്പോൾ ഷാഫിക്ക് തോൽക്കുന്നത് ഒരു ലോക്കൽ കാൻഡിഡേറ്റിനോടല്ല, അഥവാ ഒരു വിലയില്ലാത്ത കാൻഡിഡേറ്റിനോടല്ല. അതേപോലെ തോൽക്കുന്നത് ഇടതുപക്ഷം ശക്തിയായിട്ടൊരു മണ്ഡലത്തിലാണ്. സിറ്റിംഗ് MLA ആണ്. അതും സിറ്റിംഗ് MLA എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ വലിയ സൗണ്ടുള്ള ലൗഡായ MLA ആണ്. ഇനി അടുത്ത തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള പൊസിഷനുകളെ പറ്റി അലിഗേഷൻസ് ഉള്ള ലീഡറാണ്. അപ്പോൾ ഷാഫിക്ക് ഭയങ്കര ധൈര്യം, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരു ധൈര്യം കൂടെ ആ മണ്ഡലത്തിലുള്ള ഒരു ആവേശത്തിന് കാരണമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ മണ്ഡലങ്ങളുടെ ചർച്ചകൾ വളരെ ചുരുങ്ങിയ മണ്ഡലങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ആ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്.